നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി.എ. ആളൂർ, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തവരായ ആരും തന്നെയില്ല. പ്രമാദമായ കേസുകളിലൊക്കെ തന്നെ വാദിക്കാനായി പ്രതിഭാഗത്തെത്തിച്ചേരുന്ന വക്കീൽ കൂടിയാണ്, പ്രഗത്ഭനായ അഭിഭാഷകൻ കൂടിയാണ് ബി.എ. ആളൂർ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ യുവതിയോട് മോശമായി പെരുമാറി എന്ന പേരിൽ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതോടൊപ്പം മറ്റൊരു കേസ് കൂടി, പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു യുവതിയെ വീണ്ടും കഠിന തടവിന് കോടതി ശിക്ഷിച്ച ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആളൂരിൻ്റെ കേസ് പരിശോധിക്കുമ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഇപ്പോൾ കേസ് ലഭിച്ചിരിക്കുന്നതും കേസ് എടുത്തിരിക്കുന്നതും. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ഉൾപ്പെടുത്തിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ആളൂർ രംഗത്തെത്തുകയും ചെയ്തു. ഈ പരാതി കൃത്യമായി തനിക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി നടത്തിയതാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ആളൂർ തന്നെ വ്യക്തമാക്കി. മനസാക്ഷിയെ ഞെട്ടിച്ച നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്കായി പലതവണ വക്കാലത്ത് ഏറ്റെടുത്ത് രംഗത്ത് വന്ന് മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ആളൂർ. ആളൂരിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. സംഭവം എന്തായിരുന്നാലും നിയമപരമായി തന്നെ നേരിടുമെന്നാണ് ആളൂരും വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ കോടതി ശക്തമായ നടപടി സ്വീകരിച്ചതാണ്. യുവതിയെ വീണ്ടും കഠിന തടവിനാണ് പോക്സോ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വീരണകാവ് അരുവിക്കുഴി മുരിക്കറ കൃപാലയത്തിൽ സന്ധ്യ എന്ന 31-കാരിയെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. 3 പോക്സോ കേസുകളിലാണ് നിലവിൽ സന്ധ്യ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പോഴാണ് കോടതി ജഡ്ജി എസ് രമേശ് കുമാർ ഇപ്പോൾ വീണ്ടും കഠിന തടവിന് വിധിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായി 9.5 വർഷത്തോളം കഠിന തടവും 40,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ഈ പിഴത്തുക കെട്ടിവയ്ക്കാനായി സാധിച്ചില്ല എങ്കിൽ 7 മാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. കെട്ടിവയ്ക്കുന്ന പിഴത്തുക അതിജീവിതയ്ക്ക് നൽകുകയും വേണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് DR പ്രമോദാണ് ഹാജരായത്. 2016 നടന്ന കേസിന് ആസ്പദമായ വിഷയത്തിലാണെന്ന് കോടതി കർശനമായ തീരുമാനം കൈക്കൊണ്ടത്. സ്കൂൾ അവധി സമയത്ത് പെൺകുട്ടി ബന്ധുവീട്ടിലെത്തിയിരുന്നു. അന്ന് ലൈംഗികമായി സന്ധ്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടിയെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചായിരുന്നു ലൈംഗികമായി ഉപദ്രവിച്ചത്. ശേഷം കുളിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ, നഗ്ന ചിത്രങ്ങൾ ഇവർ എടുക്കുകയും കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമാല നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാല തട്ടിയെടുക്കുകയും പിന്നാലെ മറ്റൊരു ദിവസം സ്കൂളിൻ്റെ മുന്നിൽ നിന്നും സുഹൃത്തിനൊപ്പം പെൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി അരുവിക്കുഴിയിലെ വീട്ടിലെത്തിച്ച് മദ്യം കുടിപ്പിച്ച ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കേസ് വാദിച്ചു. കേസിലെ മറ്റൊരു പ്രതി വിചാരണ സമയത്ത് മരണപ്പെട്ടിരുന്നു. നിലവിൽ ഏക പ്രതിയാണുള്ളത്. പ്രതിയായ സന്ധ്യക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത നടപടി കോടതി സ്വീകരിച്ചിരിക്കുന്നത്.